പീറ്റർ ഫൗണ്ടേഷന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് പാവപ്പെട്ട വൃക്കരോഗികൾക്ക് ഡയാലിസിസ് സൗകര്യം ലഭ്യമാക്കുന്നതിനായി മരീൻ മെഡിക്കൽ സെന്ററിന് ഡയാലിസിസ് മെഷീനുകൾ സമർപ്പിച്ചു. മരീൻ മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടെ നിർധന രോഗികൾക്ക് ഡയാലിസിസ് സൗകര്യം ലഭ്യമാക്കാൻ 2 ഡയാലിസിസ് മെഷീനുകളാണ് ഫൗണ്ടേഷൻ മരീൻ ആശുപത്രിക്ക് നൽകിയത്. കഴിഞ്ഞ വർഷം 4 മെഷീനുകൾ നൽകിയിരുന്നു. ഡയാലിസിസിന് ആവശ്യമുള്ള കിറ്റും ഇതോടൊപ്പം വിതരണം ചെയ്യുന്നുണ്ട്. പീറ്റർ ഫൗണ്ടേഷൻ നൽകുന്ന ഡയാലിസിസ് മെഷീനുകളുടെ ആശീർവാദവും സമർപ്പണവും പാലാരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് താട്ടത്തിൽ നിർവഹിച്ചു. രോഗദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാനുള്ള പീറ്റർ ഫൗണ്ടേഷന്റെയും മരീൻ മെഡിക്കൽ സെന്ററിന്റെയും പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഷിബുവും അതുപോലെ തോമസ് പീറ്ററും അവരുടെ തോമസ് പീറ്ററിന്റെ മകൻ ദീപും ഒക്കെ ചേർന്ന് നടത്തുന്ന ഈ സംരംഭത്തെ പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുക മനുഷ്യർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ജീവൻ നിലനിർത്തുവാനുള്ള ഒരു ആഗ്രഹമാണ് എനിക്ക് തോന്നുന്നത് മനുഷ്യരുടെ ഏറ്റവും വലിയ ത്വര. ആ ജീവൻ നിലനിർത്തുവാൻ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു സാഹചര്യം അവർക്ക് ട്രീറ്റ്മെന്റിനുള്ള സാഹചര്യങ്ങൾ പണം പലപ്പോഴും ഉണ്ടാകുന്നില്ല. ഇപ്പോഴും നമ്മുടെ പല ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മുടെ ഹോസ്പിറ്റൽസ് തന്നെ ഒത്തിരി കാര്യങ്ങൾ മരീനൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളുടെ മെഡിസിറ്റിയിലും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ മിക്കവാറും ഹോസ്പിറ്റലുകളിൽ അവർ പറ്റുന്നിടത്തോളം ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷേ അവർക്ക് അപ്പാട് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യണമെങ്കിൽ അതിനുണ്ടാകുന്ന ഫിനാൻഷ്യൽ ബർഡൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. വൃക്കരോഗം, ഹൃദ്രോഗം, സ്ട്രോക്ക് തുടങ്ങിയ രോഗങ്ങൾ ആരംഭത്തിലെ കണ്ടുപിടിക്കുന്നതിനായി റീനൽ കാർഡിയോ മെറ്റബോളിക് സ്ക്രീനിംഗ് ടെസ്റ്റുകൾ നടത്തുന്നതിനുള്ള മൊബൈൽ ലാബിന്റെ സമർപ്പണവും ധാരണാപത്രം കൈമാറ്റവും ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ചെയർമാൻ ഫാദർ ജോയ് പുത്തൂർ നിർവഹിച്ചു. അമേരിക്കയിലെ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ സൊസൈറ്റി, ചെമ്പിളാവിൽ ഫൗണ്ടേഷൻ, തൃശൂർ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ എന്നിവയുമായി സഹകരിച്ചാണ് പീറ്റർ ഫൗണ്ടേഷൻ മൊബൈൽ ലാബ് പദ്ധതി നടപ്പിലാക്കുന്നത്. പീറ്റർ ഫൗണ്ടേഷൻ ട്രസ്റ്റ് ചെയർമാനും കിഡ്നി ഫെഡറേഷൻ സംസ്ഥാന കോർഡിനേറ്ററുമായ ഷിബു പീറ്റർ വെട്ടുകലയിൽ പ്രോജക്ട് പ്രസന്റേഷൻ നിർവഹിച്ചു. പാലാ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ വെട്ടുകലയിൽ മുഖ്യപ്രഭാഷണം നടത്തി. കഴിഞ്ഞ വർഷം 4 ഡയാലിസിസ് മെഷീൻ കൊടുത്തതിന് പുറമെ 2 ഡയാലിസിസ് മെഷീനും കൂടി നൽകുകയും അതുപോലെ തന്നെ ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്യുകയും അതുപോലെ തന്നെ മൊബൈൽ ലാബ് ആംബുലൻസോട് കൂടിയ അത്യാധുനിക രീതിയിലുള്ള മൊബൈൽ ലാബിൻ്റെ കൈമാറ്റ ചടങ്ങും അങ്ങനെ ഈ മനോഹരമായ വേദിയിൽ എനിക്ക് ഇവിടെ നിൽക്കുവാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ലിൻസി എമാനുവൽ അധ്യക്ഷയായിരുന്നു. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മാത്യു തോമസ് സ്വാഗതം ആശംസിച്ചു. ഹോസ്പിറ്റൽ ചാപ്പലിൻ റവറൻഡ് ഡോക്ടർ ജോർജ് ഞാറക്കുന്നേൽ, ചെറുകര സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോർജ് പുതുപ്പറമ്പിൽ, ഡോക്ടർ അലക്സ് മാണി, ഡോക്ടർ ഋഷിൻ സുമൻ, ഡോക്ടർ രാമകൃഷ്ണൻ, സിസ്റ്റർ അൽഫോൻസ, ദീപു പീറ്റർ തോമസ് എന്നിവർ സംസാരിച്ചു.